ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ എൻ്റെ മുഖം കണ്ടിട്ട് ഭയങ്കര ടയർഡായിട്ടിരിക്കുക ഞാൻ. ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് പുറത്ത് പോയതാണ്. പിന്നെ രാത്രി ആയപ്പോഴാണ് ഗൈസ് വന്നത്. ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റത്തില്ല. സോ ഇപ്പം കുറച്ച് നേരം ആയിട്ടുള്ളൂ വന്ന് ഒന്ന് ഫ്രഷായി. ഓക്കെ, സോ എല്ലാവരും തമ്മിൽ കണ്ടില്ലേ. അപ്പം ഞാൻ മമ്മിക്ക് ഒരു ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്രയായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. മമ്മിക്കും ചെയ്തിട്ടില്ല, ഡാഡി ഉള്ളപ്പോൾ ഡാഡിക്കും ചെയ്തിട്ടില്ല. കാരണം ആ സമയത്തൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ല, നമ്മൾ അബുദാബിയിലായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഐ തോട്ട് ഓക്കെ ഐ ഗിവ് എ സ്മോൾ സർപ്രൈസ് ടു ഹാവ്. അതിന് ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കേക്ക് ഇതായിട്ടും വന്നിട്ടില്ല. അപ്പോൾ കേക്ക് എൻ്റെ ഒരു കസിനാണ് കൊണ്ടുവരുന്നത്. അവരുടെ തന്നെ ബേക്കറിയിൽ നിന്ന് അവർ തന്നെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. സോ അവൾ വന്നിട്ടില്ല, അവൾ രാത്രിയിലേ വരത്തുള്ളൂ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞു. സോ മമ്മിക്കൊരു ഐഡിയ അല്ല, ഒരു ക്ലൂ ഇല്ല, ഒന്നുമില്ല. ഓക്കെ, എന്താ പറയുക, ഐ എം സോ ഹാപ്പി ആക്ച്വലി ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ഫോർ ഹർ. ഡാഡി ഉള്ളപ്പോഴേ ഒന്നും ചെയ്യാനോ കൊടുക്കാനോ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ പ്രവീണിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ചെറിയ ഒരു ഏർണിങ്സ് ഞാൻ കിട്ടി തുടങ്ങി എന്നുള്ളത്. ഞാൻ തന്നെ ചെറിയ രീതിയിൽ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ചെറിയ രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങി. സോ അത് വെച്ചിട്ടൊക്കെയാണ് പ്രവീണിന് സർപ്രൈസ് കൊടുക്കാൻ പറ്റി വിത്ത് മൈ ഓൺ ഏൺഡ് മണി. ഇപ്പം മമ്മിക്കും അതുപോലെ ഞാൻ ഏൺ ചെയ്ത പൈസ വെച്ചിട്ട് വലിയ രീതിയിലൊന്നുമല്ലോ, കുഞ്ഞ് സർപ്രൈസായ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഐ എം ഗിവിങ് എ സർപ്രൈസ് ടു ഹർ ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ എന്താ, മമ്മി ഇപ്പം ഇരുന്ന് ടി വി കാണുന്നു. ഞാൻ കേക്ക് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മമ്മീനെ കാണാതെ കേക്ക് മേടിക്കാൻ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ പോകണം. സോ അങ്ങനെയൊക്കെ പ്ലാനിങ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മമ്മിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, പിന്നെന്താ, അത്രയുള്ള കേസ്. അപ്പോൾ കേക്ക് വരട്ടെ, നമുക്ക് മമ്മീനെ ഒന്ന് ചെറിയ രീതിയിൽ ഞെട്ടിച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് ഓക്കെ, ഇനി നമുക്ക് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. മമ്മി അവിടെ ആ റൂം ചെറുതായിട്ടൊന്ന് അടച്ചോ, പതുക്കെ പതുക്കെ റൂം ചെറുതായിട്ടാണ് ഗൈസ്. നമുക്ക് സെറ്റ് ചെയ്യാമേ. അയ്യോ, എനിക്ക് ടെൻഷനാവുന്നു ഗൈസ്. നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മമ്മീനെ പതുക്കെ വിളിക്കാം. ഓക്കെ ഗൈസ്, മമ്മി വരുന്നില്ല. വെയിറ്റ്. അയ്യോ, വരാൻ പറ. ഗൈസ്, കൈ കഴിക്കുന്നു. Many hours later. Happy birthday to you. Happy birthday to you. Happy birthday to mommy. Happy birthday to you. തട്ടിയിടരുത്, വാ. അത് സാരില്ല, സർപ്രൈസ് തരുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി. വാ പ്രാൺ. അല്ല അല്ല, ഇപ്പൊ ഫ്രഷോട് കൂടി വന്നതാ. ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റോറി പറയാം. റിയ കം. സോ ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to
ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്ലോ വരുന്ന മമ്മി കൊടുക്കണേ. ടേക്ക് ദ ഡ്രസ്. കൈ കഴുകിയോ? കൈ കഴുകിട്ടോ നോക്ക്. ശിവൽ നിവർത്തി നോക്ക്. റിയാ കേക്കിൽ കളിക്കില്ലേ? ഇത് നമുക്ക് ഇല്ലാത്ത കളറല്ലേ? ഇഷ്ടമായോ രണ്ടും? താങ്ക് യു. ഇങ്ങോട്ട് നോക്കി പറ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ, വേറൊന്നും പറയില്ല. മമ്മിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ സമയം കിടക്കുന്നല്ലേ ഉള്ളൂ. ഇനി 25-ന് അല്ലേ ബർത്ത്ഡേ? 25 18-ന്. 18 ഞങ്ങൾ 18-ാം തീയതി വരെ ഇല്ല, ഞങ്ങൾ അതിന് മുന്നേ പോവും. അതുകൊണ്ട് ഇത് 18-ാം തീയതി എടുത്തുള്ളൂ ഈ വീഡിയോ. മമ്മിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. അതിലാണ് ഇന്ന് സുനിത രാഹുലിനെ വിളിച്ചത്. എന്തിനെ? അത് വേറൊരു മണ്ടത്തരം, അത് പിന്നെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവിടെ എവിടെ കൊണ്ട് തന്നിത്? ഇത് ആക്ച്വലി ഗൈസ് നിങ്ങളും കൂടി കേട്ടോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ സുനിതയോട് പറഞ്ഞു. സുനിതയാണ് മമ്മിക്ക് എപ്പോഴും ഡ്രസ്സ് മേടിക്കാൻ ഉള്ള ഇതും സ്റ്റിച്ചിങ്ങും ഒക്കെ സുനിതയാണ്. അപ്പോൾ ഞാൻ സുനിതയോട് പറഞ്ഞു മമ്മിക്കൊരു ഡ്രസ്സ് മേടിക്ക്, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയി. എന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഇട്ട് തന്നു. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്തു. പൈസ നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നമ്മൾ ഇവിടെ പോയില്ലേ, സിനിമ കാണാൻ പോയില്ലേ, അപ്പോൾ ഞാൻ പൈസ ഇവിടെ പാത്ത് വെച്ചു. ഞാൻ പറഞ്ഞു പൈസ എവിടെ ഇരിക്കുന്നത്, നീ അത് എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പൈസ എടുത്തിട്ട് കവറ് ബാക്കിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഞാൻ അതെടുത്ത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഇത് 17-നാണോ? അല്ല, പിന്നെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറയാം. അല്ല, ചേർത്തില്ലെങ്കിൽ മാറ്റിയെടുക്കാം. ചേർത്തില്ലെങ്കിൽ മാറ്റിയെടുക്കാം. കേക്കാണെങ്കിൽ ഞാൻ അവളോട് ഞാൻ നാളെ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തേക്കാക്കിയിട്ട് അവൾ ഇന്ന് കൊണ്ടു തന്നത് കേക്ക്. വർഷം രാത്രി പ്രാൺ പോയി ഗേറ്റിൻ്റെ അവിടെ പോയി എടുത്തോണ്ട് വന്നു. ഇതായിരുന്നു ഹോൾ സ്റ്റോറി. ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? റിയാനാണോ എന്നെ മസാജ് ചെയ്യാ എന്റെ മുടി തരാന്ന് പറഞ്ഞിട്ട് എന്തിന്റെ സ്റ്റോറി കൊള്ളാവോ? സ്റ്റോറി കൊള്ളാം. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കട്ടെ, നീ എന്താ വഴി കാണിച്ചത്? ഓക്കെ ഗൈസ്, ഇപ്പൊ വരാവേ. നാണിക്കുന്ന എന്തിനാ? കാണിക്ക്, നേരെ നിൽക്ക്. അത് സാരല്ലേ, ഇങ്ങോട്ട് നോക്ക്. ഗൈസ് നല്ല അടിപൊളി കളർ, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഓക്കെ, ഡ്രസ് ചേഞ്ച്. മമ്മി അടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നു, നോക്കട്ടെ. ആ, അടിപൊളി, സൂപ്പറാ. കൈ ചെറുതാക്കണ്ട, അത്ര വേണം കൈ. അടിപൊളി, സെറ്റായി. ഇങ്ങനല്ലേ കഴുത്ത്? അപ്പം അതിൻ്റെ ഡിസൈൻ പോകത്തില്ലേ ഇനി? ഓക്കെ, ഇനി ഡ്രസ് ചേഞ്ച് ഇല്ല, ഇനി വീട്ടിലിടുന്ന ഡ്രസ്സ്. കേക്ക് മുറി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. മമ്മി ഡ്രസ്സ്, മമ്മി കരയുവാണ്. എന്തോ മമ്മി, മമ്മിക്ക് വട്ടായി. ഞാൻ അറിഞ്ഞു പോലും ഗൈസ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവും. പിന്നെ മമ്മിയുടെ ബർത്ത്ഡേക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിന് മുന്നേ നമുക്ക് പറയണ്ടേ, ഞാനൊന്നും ഒരുങ്ങിയൊക്കെ നിൽക്കത്തില്ല. പിന്നെ സർപ്രൈസ് എന്തോ പറഞ്ഞിട്ടുണ്ടാവും ചെയ്യുന്നേ. ഒരു മിനിറ്റ് ഗൈസ്, കോള് വന്നു. ഓക്കെ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്ക് കോള് വന്നു, അതുകൊണ്ട് ആ ഫ്ലോ പോയി. ആ പറ. എന്താ, ഞാൻ പോലും അറിയാതെ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ എനിക്ക് സർപ്രൈസ് തന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല
പ്രിയ വന്ന് എൻ്റെ മുടിയൊക്കെ ചീരി എന്നെ ഒരുക്കി എടുത്തോണ്ട് പോയി. ഞാൻ ഓർത്ത് എവിടെ പോകണ്ടോ ഇവളെന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോയി. അന്നേരം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ബർത്ത്ഡേ 18-ാം തീയതി ഉള്ളൂ, ഇവരതിന് മുമ്പ് പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് അവർ ചെയ്തത്. നേരത്തെ പറഞ്ഞിരുന്നത് ഞാനൊന്ന് റെഡി ആയിട്ടൊക്കെ ഇരുന്നേന്. സർപ്രൈസ് നമുക്ക് നേരത്തെ പറയാൻ പറ്റുമോ? ആ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മമ്മിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ വരുമോ എന്നുള്ളത്. പക്ഷെ ക്ലൂ ഒന്നും വന്നില്ല. ഇല്ല. കേക്കിൻ്റെ കാര്യം എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു കസിൻ അവൾ കൊണ്ടുവന്ന് ഇവിടെ കേക്ക് കൊടുക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാനിവിടെ കിടക്കുമായിരുന്നു. ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ പുറയിൽ നിന്ന് വർക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കേക്കും ഒക്കെ. ഗിഫ്റ്റ് ഇഷ്ടമായോ? ഗിഫ്റ്റ് ഇഷ്ടമായി, ഒത്തിരി സന്തോഷം. സുനിതയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് സമ്മാനം. സുനിത മുമ്പേ വിളിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. അവളെന്നെ മുമ്പേ വിളിച്ചായിരുന്നു. എന്തായാലും രണ്ടുപേരോടും കേക്ക് തന്ന വർഷയോടും ഡ്രസ്സ് കൊണ്ടുവന്ന സുനിതയോടും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ആരോടും പറയരുത്, സീക്രട്ടായിട്ട് വെക്കണം. അതുപോലെ തന്നെ അവർ ചെയ്തു. വളരെ സന്തോഷം ചെയ്തതിൽ. അപ്പം ഡാഡിയൊക്കെ മരിച്ചു കഴിഞ്ഞുള്ള രണ്ടാമത്തെ ബർത്ത്ഡേ. ആദ്യത്തെ ബർത്ത്ഡേ ഡാഡി മാർച്ച് മരിച്ചു ഏപ്രിലായിരുന്നു. അതുകൊണ്ട് ആഘോഷമൊന്നും നടത്തിയില്ലെങ്കിലും ഇവിടെ റീച്ചൻ്റെ ബ്രദർ വന്ന്, മൂത്ത ചേട്ടൻ വന്ന് കേക്കൊക്കെ എനിക്ക് കൊണ്ട് തന്നു. ആഘോഷമായിട്ടല്ല, വെറുതെ ഒരു കേക്ക് കട്ടിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവനില്ലാത്ത കുറവ് നികത്തി പുള്ളി അങ്ങനെ ചെയ്തു. അവനോ? ഡാഡി ഇല്ലാത്തത് അച്ഛന് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇപ്രാവശ്യം പിള്ളേരിങ്ങനെ. അതിലൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ഏൺ ചെയ്ത പൈസ വെച്ചിട്ടാണ് ഞാൻ മമ്മിക്ക് കൊടുത്തത്. സോ അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡുമാണ്. അപ്പോൾ സന്തോഷം. പിള്ളേരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വർഷങ്ങളിലും ഇതുപോലെ ഇങ്ങനെയൊക്കെ സർപ്രൈസും കാര്യങ്ങളും ഒക്കെ വരട്ടെ, ഗിഫ്റ്റുകൾ പോരട്ടെ. അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഗൈസ് രാത്രി 10-11 മണിയായി. ഓക്കെ, ഇതുവരെ ഇവിടെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. സർപ്രൈസും കൊണ്ടിരിക്കുക. സമയം ഇത്രയായി. ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഭയങ്കര ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് അവള് വർഷം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഇനിയിപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.